കളിൽ ഒരു മനുഷ്യൻ തൻ്റെ വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ബേസ്മെൻറ്റിൽ ഒരു വിടവ് കാണുകയും അത് തുറന്നു നോക്കിയപ്പോൾ ഭൂമിക്ക് അടിയിൽ ഒരു റൂം കാണുകയും ചെയ്തു. നിരവധി റൂമുകളിലേക്ക് കണക്ട് ചെയ്യുന്നതുമെല്ലാം അദ്ദേഹം കണ്ടു. കണ്ടെത്തിയതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 12 നിലയിൽ ഭൂമിക്കടിയിൽ ഉള്ള ഡെരിങ്ക്യൂ അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ്. അതിൻ്റെ വിവിധ കാഴ്ചകളുമായി പുതിയ ഒരു വീഡിയോ നമുക്ക് തുടങ്ങാം. വെൽക്കം ടു വിവ സ്റ്റോറീസ്. കപ്പഡോഷ്യയിലെ മെയിൻ ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് ഒന്ന് കൈൻകലി ആൻഡ് പിന്നിലെയാണ് ഡെരിങ്ക്യൂ. നമ്മൾ പോകുന്നത് ഇപ്പം ഡെരിങ്ക്യൂ അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്കാണ്. മെയിൻ ആയിട്ട് ഉള്ള അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് ഈ ഡെരിങ്ക്യൂ. ഏറ്റവും ലാർജസ്റ്റ് ഡെപ്ത് ഉള്ള അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് ഡെരിങ്ക്യൂ. ഏകദേശം 285 ഫീറ്റോളം വരുന്നുണ്ട്. ഇതിൽ ഏകദേശം 20,000ഓളം ആൾക്കാർ താമസിച്ചു എന്നാണ് കണക്ക് പറയുന്നത്. ആൾക്കാരെ കൂടാതെ അവരുടെ വളർത്തു മൃഗങ്ങളും അതിൽ താമസിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ അവരുടെ കുറേ റൂംസ്, വൈനറീസ്, പിന്നെ അതുകൂടാതെ ആനിമൽസിന് താമസിക്കാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഇതിലുണ്ട്. കൂടാതെ തന്നെ ഇവർക്കുള്ള വെന്റിലേഷൻ്റെ സംവിധാനങ്ങൾ, സ്റ്റെയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. സോ ഇങ്ങനെയാണ് ഡെരിങ്ക്യൂ അണ്ടർഗ്രൗണ്ട് സിറ്റീൻ്റെ ഒരു പ്ലാൻ ഉള്ളത്. സോ നമ്മളിനിയിപ്പോൾ അണ്ടർഗ്രൗണ്ട് സിറ്റിയുടെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ ടിക്കറ്റ് പ്രൈസ് 300 ലിറയാണ്. ടിക്കറ്റ് എടുക്കാം. ഈ അണ്ടർഗ്രൗണ്ട് സിറ്റി നിർമ്മിച്ചിരിക്കുന്നത് ഈ കാണുന്നത് ഇവിടെ വൈനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റൂമാണ്. ഇവിടെ നിന്നായിരുന്നു എൻ്റെ അണ്ടർഗ്രൗണ്ട് സിറ്റിയിലേക്കുള്ള വൈനൊക്കെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല തണുപ്പാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ല ചൂടായിരിക്കും. അതുപോലെ പുറത്ത് നല്ല ചൂടാണെങ്കിൽ ഇതിൻ്റെ അകത്ത് തണുപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ തണുപ്പിനെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ വൈനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വൈനറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ മനുഷ്യരെ പോലെ തന്നെ അവരുടെ മൃഗങ്ങളും എല്ലാം താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ. ഈ കാണുന്നത് ഇവരുടെ ബെഡ്റൂമുകളും പിന്നെ അവരുടെ സാധനങ്ങളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്ന റൂമുകളും എല്ലാമാണ്. ഇവിടുത്തെ വേറെ ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയാണ് കൈംകാലി. അതിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 8 to 9 കിലോമീറ്റർ ഉണ്ട്. അവിടേക്കുള്ളൊരു ടണലാണിത്. പക്ഷേ ഈ ടണൽ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ഫ്ലോറിലോട്ട് പോവുകയാണ്.
ഇവിടെ ആകെ മൊത്തം 12 ഫ്ലോറാണുള്ളത്. അതിൽ നമുക്ക് 8th ഫ്ലോർ വരെയാണ് ഇപ്പോൾ എൻട്രി ഉള്ളത്. പിന്നെ ഈച്ച് ഫ്ലോറിലോട്ട് പോകുന്ന സ്റ്റെപ്സുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാരോ ആണ്. അതിൽ ഒരാൾക്ക് മാത്രമേ കടന്നു പോകാൻ പറ്റുകയുള്ളൂ. ഇതിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോരോ കൊത്തുപണി പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൈക്ക് വർക്കിംഗ് അല്ല. ഈ കാണുന്നത് ഇവിടെ പണ്ട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ബെഡ്റൂമാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കിച്ചണാണ്. ഈ കിച്ചണിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കുക്ക് ചെയ്തതിൻ്റെ കരികളൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നതാണ്. കുക്ക് ചെയ്യുന്നതിൻ്റെ പുക പുറത്ത് പോകുന്നത് ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ രാത്രി കാലങ്ങളിൽ മാത്രമായിരുന്നു കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ 20,000-ലധികം ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് പ്രോപ്പർ വെന്റിലേഷന് വേണ്ടി ഇതുപോലെയുള്ള 50 സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെന്റിലേഷൻ യൂസ് ചെയ്യുന്നു എന്നതുപോലെ തന്നെ ഈച്ച് ഫ്ലോറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പുകൾക്കൊക്കെ ഭയങ്കര ഹൈറ്റ് കുറവാണ്. കുനിഞ്ഞ് നടന്നില്ലാന്നുണ്ടെങ്കിൽ തലയിടിക്കും. സോ ഈ കാണുന്നത് ഒരു ഡോറാണ്. ഇത് കംപ്ലീറ്റ് ആണ് ഡോറ് അടയ്ക്കുന്നത്. അതായത് ഇങ്ങനെ വന്നിട്ട് ഇവിടത്തേക്കുള്ള ഈ എൻട്രൻസ് ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർ ഈ കല്ല് ഇതിന്റെ ഉള്ളില് ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതാണ് ചർച്ച്. ഇത് ചർച്ച് എന്നതിലുപരി ഇതൊരു മീറ്റിംഗ് ഗ്യാതറിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. എല്ലാവരും കൂടി ഒരുമിച്ച് മീറ്റ് ചെയ്യുക, സംസാരിക്കുക, അതിനൊക്കെയുള്ള ഒരു പ്ലേസ് ആണ് ഇത്. ഇത്രയേ ഉള്ളൂ. ഇതിലെ കൂടെ ഒക്കെ പോവാനുണ്ട്. എന്താ ഇത് ഇവിടുത്തെ ഒരു ഗ്രേവ് യാർഡാണ്. ഇവർ അണ്ടർഗ്രൗണ്ട് താമസിക്കുന്നതുകൊണ്ട് തന്നെ പുറം ലോകമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നില്ല. പ്രേതം പിടിക്കുന്നതിന് മുമ്പോ തെണ്ടി ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെന്റിലേഷനാണ്. ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ഫ്ലോറും കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രൗണ്ട് ഫ്ലോർ മുതൽ 12th ഫ്ലോർ വരെ ഈ വെന്റിലേഷൻ്റെ ഇത് ഉണ്ട്. അങ്ങനെ നമ്മൾ ഡെരിങ്കുയിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.